ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് മീൻ മുളകിട്ട കറിയാണ്. അതായത് നാടൻ സ്റ്റൈലിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം അതിലോട്ടേക്ക് നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണ യൂസ് ചെയ്യാനാണ്. കാരണം വെളിച്ചെണ്ണയാകുമ്പോൾ ആ ഒരു നാടൻ സ്റ്റൈലിൻ്റെ കറി എന്ന് പറയുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേങ്കിൽ ഈ ഒരു തേങ്ങെണ്ണ വെച്ചിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്യാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങെണ്ണയിൽ കുക്കാക്കിയാൽ. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് കടുകും പിന്നെ വെളുത്തുള്ളി. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വേണം. ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ടൈം, അതായത് കുക്കിംഗ് തീരെ അറിയാത്തവർക്ക് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഫാസ്റ്റ് പറഞ്ഞു പോയാൽ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് പറയുന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് വെളിച്ചെണ്ണ നല്ലോണം കടുക് പൊട്ടിയതിന് ശേഷം വേണം, കരിഞ്ഞു പോകരുത്, അത്യാവശ്യം പൊട്ടിയതിന് ശേഷം വേണം അതിലോട്ടേക്ക് വെളുത്തുള്ളി, കറിവേപ്പില, ജീരകം, പിന്നെ പച്ചമുളക്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ സവോള ചേർക്കുന്നില്ല. ഈ ഒരു മീൻ കറിയിലോട്ടേക്ക് മുളകിട്ടതിലേക്ക് നമുക്ക് സവോള ചേർക്കേണ്ടതില്ല. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഷെയർ ആക്കാനുള്ള റീസൺ. അതായത് ഇതിലേക്ക് സവോള ഒന്നും വേണ്ട. ഇപ്പം ഞാൻ 2 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്, പിന്നെ 2 തക്കാളിയും അരിഞ്ഞിട്ടിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്, നല്ല പുളിയൊക്കെ കിട്ടാനായിട്ട്. അപ്പം നന്നായിട്ട് അതിനെ വഴറ്റി കൊടുക്കുക. നല്ലോണം വെന്ത് കിട്ടണം. മെയിൻലി ഇപ്പോൾ ഞാൻ അത്ര വഴറ്റി എടുക്കുന്നില്ല, ബിക്കോസ് അർജൻറ്റ് ആയതിനെ കൊണ്ട് നമുക്ക് അത്ര വഴറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനേക്കാളും വെന്തോ അടിഞ്ഞതിന് ശേഷം വേണം പുളിവെള്ളം ഒഴിക്കാൻ. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കുടംപുളിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല കുടംപുളി അതായത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ മറ്റ പുളി ചേർത്താലും മതി. കുടംപുളി ആകുമ്പോൾ ഒരു ഫിഷ് കറിയുടെ ഒറിജിനൽ, അതായത് ആ നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുടംപുളി ചേർത്ത് കൊടുക്കുക. ബിക്കോസ് കുടംപുളി ആകുമ്പോൾ അത് ഉണക്കുന്നതെന്ന് വെച്ചാൽ ഈ പുകയത്താണല്ലോ ഉണക്കി വെക്കുക. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നത് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കല്ലുപ്പാണ്. നിങ്ങൾക്ക് പൊടിയുപ്പ് യൂസ് ചെയ്യാം, ഏത് ഉപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വരണം. ഇപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടേക്ക് മുളക് പൊടി, അതായത് ഞാൻ ഇപ്പോൾ ഒരു 4 പേരുടെ കറിയാണ് ഉണ്ടാക്കുന്നുള്ളത്. 4-5 പേർക്ക് കഴിക്കാൻ പറ്റിയ പോലത്തെ കറിയാണ് ഉണ്ടാക്കുന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം കൂടി ചേർത്ത് നോക്കി വെള്ളം ചേർത്ത് നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. കുറച്ച് കൂടുതലായിട്ട് ഒഴിക്കുക, കാരണം അത് വറ്റി വരും. അപ്പോൾ അത് സെറ്റാവും. അപ്പോൾ നമുക്ക് മൂടി നന്നായി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല തിളക്കുന്ന ആ രൂപത്തിലെത്തിയ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളെ ഫിഷിൻ്റെ തല ഉണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഫിഷ് എന്ന് പറയുന്നത് കടുവപ്പാരയാണ്. അപ്പോൾ ആ ഫിഷിൻ്റെ തല മാത്രം അതിലോട്ടേക്ക് ഇട്ടുകൊടുക്കുക. കാരണം ഈ മുളകും ഇതൊക്കെ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മളെ തലേൻ്റെ ആ ഫ്ലേവറൊക്കെ കറിയിലേക്ക് രസം വലിച്ചെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് പത്തിരീൻ്റെ കൂടെ കഴിക്കാം, നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നല്ലൊരു ഭയങ്കര തിക്കായിട്ടുള്ള കറിവല്ല, നല്ല വാട്ടറി ആയിട്ടുള്ള കറിവല്ല, ഒരു മീഡിയം സൈസിൽ തിക്കും വാട്ടറി ആയിട്ടുള്ള ഒരു കറിയാണിത്. നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ഇപ്പോൾ മീനും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. നമ്മളെ കറി ഇത്രയും സിമ്പിളായിട്ടാണ്. അത്രയും നമ്മളിപ്പോൾ പറയുമ്പോൾ കുറേ ഉണ്ടെങ്കിലും
അത്രയും സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നമ്മുടെ പത്തിരി ഒരു വെറൈറ്റി പത്തിരിയാണ്. അപ്പം ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.